എൻ്റെ പേര് എലിജ ജോർജ്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ മലപ്പുറം നിലമ്പൂർ സ്വദേശികളാണ്. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജനുവരി 4, 2023 ഉടമ്പടി എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്നുള്ളതായിരുന്നു. ആദ്യത്തെ കുഞ്ഞിന് 5 വയസ്സ് കഴിഞ്ഞു. 5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിനെ പറ്റി ആലോചിച്ച് തുടങ്ങുന്നത് തന്നെ. മൂത്ത കുഞ്ഞ് ഇച്ചിരി പ്രാപ്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആശ്വാസമാവുമല്ലോ രണ്ടാമത്തെ കുഞ്ഞാവുമ്പോഴേക്കും എന്നുള്ള ധാരണയിൽ രണ്ടാമത്തെ കുഞ്ഞിനായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യം ഗർഭിണിയായി, അത് അബോഷനായി. പിന്നീട് ഗർഭിണിയായി, അതും അബോഷനായി. അപ്പോൾ ഞങ്ങൾ മെഡിസിൻ ട്രൈ ചെയ്തു. മെഡിസിൻ അത് 1 വർഷത്തോളം തുടർന്നു. 1 വർഷം തുടർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ കാശൊക്കെ ഒരുവിധമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളത് നിർത്തി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ നിരാശയായി. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു കുഞ്ഞ് പോലും ഇനി കുഞ്ഞിനായിട്ട് ഞങ്ങൾക്ക് ഇനി ഉണ്ടാവൂലേ, ആകെ ഒരു പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അമ്മ പറയുന്നത്, നിങ്ങൾ ഇത്രയും കാശ് കൊണ്ടുപോയി കളഞ്ഞില്ലേ, പിന്നെ ഇനി നിങ്ങൾ കൃപാസനത്ത് മാതാവിൻ്റെ അടുത്ത് ഒന്ന് ചെന്ന് നോക്കുക. മാതാവ് 1 രൂപ പോലും ചിലവാക്കാതെ നിങ്ങൾക്ക് കുഞ്ഞിനെ തരും. അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിന് വഴികെ ഞാനും അമ്മയും ഭർത്താവും മകളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ജനുവരി 4 ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 14 ആയപ്പോഴേക്കും ഞാൻ ഗർഭിണിയാണെന്ന് റിസൾട്ട് വന്നു. അങ്ങനെ മാർച്ച് മാസമായപ്പോൾ സ്കാനിങ്ങിന് ചെന്ന സമയത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിന് വളർച്ചയില്ല. അപ്പോൾ വീണ്ടും നിരാശയായി. ആകെ എന്താ പറയുക, കരച്ചിലും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ കടന്നു. അതിൻ്റെ പിറ്റേന്ന്, അതായത് സ്കാൻ ചെയ്തതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ആ റിസൾട്ടുമായിട്ട് നേരെ പോകുന്നത് കൃപാസനത്തിലോട്ടാണ്. ഓടി വന്ന മാതാവിൻ്റെ ഈ നടയിൽ റിപ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ച ശേഷം അന്ന് ഒരു വ്യാഴാഴ്ചയാണ്. അപ്പം ജോസഫ് അച്ഛൻ ഉണ്ടാവില്ല എന്നറിയാം. പക്ഷെ എന്നാൽ പോലും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് അവിടെ ബ്രദർ ഇരിപ്പുണ്ട്, കൊച്ചച്ഛൻ ഇരിപ്പുണ്ട്. കൊച്ചച്ഛനെ കണ്ടു. കൊച്ചച്ഛനെ ഈ റിപ്പോർട്ട് കാണിച്ചു. അപ്പോൾ കൊച്ചച്ഛൻ ആ റിപ്പോർട്ട് കൈകൊണ്ട് പോലും തൊട്ടില്ല. കൊച്ചച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാ ഈ റിപ്പോർട്ട് കൊണ്ട് നടക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് കുഞ്ഞിനെ തരുന്നത് ഈശോയും മാതാവും കൂടിയാണ്. അവർ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ അവർക്കാണ് ആകെ നാണക്കേട്. അതുകൊണ്ട് നിങ്ങൾ ഈ റിപ്പോർട്ടും കൊണ്ട് ഇനി നടക്കണ്ട, ഈ റിപ്പോർട്ട് നിങ്ങൾ കളഞ്ഞേക്കാൻ പറഞ്ഞു. പിന്നെ അതായത് ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ പിന്നെ തൊട്ടിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം ആ ഞായറാഴ്ച, അതായത് വ്യാഴാഴ്ച ഇവിടെ വന്നു പ്രാർത്ഥിച്ചത് ആ ഞായറാഴ്ച വെളുപ്പിനെ ഞാൻ രാവിലെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബ്ലീഡിങ് തുടങ്ങി എന്നുള്ളത്. ബ്ലീഡിങ് തുടങ്ങി എന്നെ അഡ്മിറ്റാക്കി. അങ്ങനെ അതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് ഡോക്ടറില്ല. പിറ്റേന്നാണ് ഡോക്ടർ വരിക. അപ്പോൾ ഡോക്ടർ വന്നു, സ്കാൻ ചെയ്തപ്പോൾ റിസൾട്ട് വന്നു. കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്, കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന്. അതൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ അതുവരെ വിശ്വാസക്കുറവുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതൊരു വലിയൊരു വിശ്വാസമായിരുന്നു. കാരണം വെച്ചാൽ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടൂല എന്ന് വിചാരിച്ച് ആകെ തളർന്ന് ഞങ്ങൾ കുഞ്ഞിനെ കിട്ടുമെന്നായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ആ സമയത്ത്, അതായത് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന ശേഷം എന്ന് വെച്ചാൽ വീട്ടിലിരുന്നായാൽ പോലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ വയറ്റിൽ തൈലം പൂശി കുരിശു വരയ്ക്കുമായിരുന്നു. ആ ഒരു വിശ്വാസം തുടർന്നു. അതായത് റിസൾട്ട് വന്നു, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൊന്തയിൽ ഉടമ്പടി കാശുരൂപം കയ്യിലിട്ടു. ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാ കാശുരൂപം ഞാൻ കയ്യിൽ വെച്ച് അങ്ങനെ കൊണ്ട് നടന്നു. ഞാൻ എന്താ പറയുക, ടോയ്ലറ്റ് അങ്ങനെയൊക്കെ പോകുമ്പോഴേ മാത്രമേ അത് ഊരി വെക്കാറുള്ളൂ. അല്ലാതെ എപ്പോഴായാലും ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. കുഴപ്പങ്ങളൊന്നും കൂടാതെ തന്നെ ഫെബ്രുവരി ഗർഭിണിയായെങ്കിലും ഒക്ടോബർ 20 ആയപ്പോഴേക്കും അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി തന്ന് അനുഗ്രഹിച്ചു. അതിലേറ്റവും ഉപരി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചത്, മാതാവെ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞുണ്ട്, തമ്പുരാൻ വഴി പെൺകുഞ്ഞ് തന്നിട്ടുണ്ട്, ഒരു ആൺകുഞ്ഞ് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. അപ്പം എനിക്ക് CS ആയിരുന്നു. CS ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ പുറത്തെടുത്തപ്പം അവർ എന്നോട് കുഞ്ഞെന്നാന്ന് പറഞ്ഞില്ല. പക്ഷെങ്കിൽ പോലും എനിക്കറിയാം എനിക്ക് അമ്മ തരുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവരോട് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവർ പറഞ്ഞു ആൺകുഞ്ഞാണ്. അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. കാരണം വെച്ചാൽ പ്രാർത്ഥിച്ച് അമ്മ എനിക്കൊരു കുഞ്ഞിനെ തന്നല്ലോ. അത് വെച്ചാൽ എനിക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം വെച്ചാൽ എൻ്റെ പ്രാർത്ഥന അമ്മക്ക് ഈശോയുടെ സന്നിധി സമർപ്പിച്ച് എനിക്കൊരു കുഞ്ഞിനെ തന്നതിന് ഒത്തിരി നന്ദി പറഞ്ഞു ആ നിമിഷങ്ങളിൽ. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി. കുഞ്ഞിന് പിന്നെ 34-ാമത്തെ ആഴ്ച കുഞ്ഞിനെ എടുക്കുമായിരുന്നു. അതിനുശേഷം വെയിറ്റ് കുറവായിരുന്നു. പിന്നെ കഴിഞ്ഞ് അവന് ഇൻഫെക്ഷനായി. ആ സമയങ്ങളിൽ പിന്നെ
കുഞ്ഞിൻ്റെ അരയിൽ ഞങ്ങൾ കാശിരൂപം കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്നത് ഇൻഫെക്ഷനായ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും കുഞ്ഞിന് ഒരു ഭയങ്കര സീരിയസ് കണ്ടീഷനിലായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കണ്ടീഷൻ നോർമലായി. പക്ഷേ അതിവിടെ എഴുതിയിട്ടില്ല, എന്നാൽ പോലും നോർമലായി. അങ്ങനെ 2 വട്ടം അവന് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു, എങ്കിലും അവൻ നോർമലായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവനൊരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ പിന്നെ പറയാനുള്ളത്, ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്താണ് അങ്ങനെ ഒരു ഇതാണെന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞ ശേഷം ഒരു 2 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഭർത്താവിൻ്റെ കൈക്ക് ഒരു വേദന, ഒരു ചെറിയ മുഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്നാന്ന് വെച്ചാൽ ഉടമ്പടി തൈലം പൂശിയിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇടി എൻ്റെ കയ്യിൽ മുഴ കാണാനില്ല, എൻ്റെ കയ്യിലെ വേദനയും പോയി. അങ്ങനെയാണ് ഭർത്താവിന് ഈ ഒരു ഇതിലേക്ക് വിശ്വാസം വന്നത് തന്നെ. ഇപ്പോൾ ഇവിടെ വന്നു, ഞങ്ങൾ ഉടമ്പടി പുതുക്കിയ ശേഷം പിന്നെ പുതുക്കിയിട്ട് ഹസ്ബൻഡാണ് എല്ലാത്തിനും ഹസ്ബൻഡാണ് പുതുക്കി ഇതാക്കിയത്. അപ്പോൾ ഹസ്ബൻഡ് അത് പുതുക്കി കഴിഞ്ഞപ്പോൾ അത് വല്ലാത്തൊരിത്, കാരണം വെച്ചാൽ അവിടെ ടോക്കൺ എടുത്ത സമയത്ത് മാതാവ് എന്നുള്ളൊരു ടോക്കൺ കിട്ടുന്നത് ഹസ്ബൻഡിനാണ്. അത് ഹസ്ബൻഡിന് വല്ലാത്തൊരു അത്ഭുതമായി. ഇപ്പോഴും ആ ഒരു അത്ഭുതം, അതായത് ആ ഒരു വിശ്വാസം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. ആ വിശ്വാസം ഇപ്പോഴും എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുന്നില്ല മാതാവ് സ്വന്തം കയ്യിൽ വന്നു എന്നുള്ളത്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് മാതാവ് ഇച്ഛൻ്റെ കൂടെ തന്നെയുണ്ട്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും മാതാവും ഈശോയും കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ പോവുകയാണ്. എന്തായാലും ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ആൺകുഞ്ഞിന് അമ്മ മാതാവും അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. മൂത്ത കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? മൂത്ത കുഞ്ഞിന് ഇപ്പോൾ 9 വയസ്സായി. 9 വയസ്സ്. കരങ്ങളടിച്ച് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സാക്ഷ്യം വ്യക്തമാണ്. ഈ കുഞ്ഞിന് 8 വയസ്സുള്ളപ്പോഴാണ് പ്രഗ്നൻ്റ് ആവുന്നത് അല്ലേ? അതെ, 8 വയസ്സുള്ളപ്പോഴാണ് പ്രഗ്നൻ്റ് ആവുന്നത്. 2 തവണ അബോർഷനായി പോയി. പിന്നെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നോ കൺസീവ് ആവാൻ? ഹസ്ബൻഡിന് ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത്രയല്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ് മെഡിസിൻ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നത്. 1 വർഷത്തോളം കഴിച്ചിട്ടും കൺസീവ് ആവുന്നുമില്ല. പക്ഷെങ്കിൽ കാശ് അത്രയും പോയതും വെച്ചും അങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വരുന്നത് തന്നെ. ഇപ്പോൾ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് സമയച്ചുരുക്കമാണ്. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്, ജനുവരിയിലാണ്, ഏത് വർഷമാണ്? 2023 ജനുവരി 4-നാണ് ഉടമ്പടി എടുക്കുന്നത്. എന്നാണ് കൺസീവ് ആയത്? പിറ്റേ മാസം ഫെബ്രുവരി 14, അതായത് 1 മാസം അല്ലേ, 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ. ഈ ഉടമ്പടിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് അതായത് സമയച്ചുരുക്കത്തിന് മാതാവാണ്. അതെ, അതായത് 2 തവണ അബോർഷനായി പോയി. കുഞ്ഞുണ്ടായതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നീട് ഇവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കൺസീവ് ആയില്ല. അങ്ങനെ ഇരിക്കുകയാണ് കൃപാസനത്തിലൂടെ കടന്നു വന്ന് ജനുവരിയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം ഉടമ്പടിയുടെ കാലാവധി എന്ന് പറയുന്നത് 90 ദിവസമാണ്. പിറ്റേ മാസം തന്നെ സഹോദരി പ്രഗ്നൻ്റ് ആയി. അതൊരു കാര്യം കൂടി പറയാണ്ട്, കാരണം എന്താ വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തു 90 ദിവസം കഴിഞ്ഞു. അത് ഏപ്രിൽ 5-ാം തീയതി വെളുപ്പിനെ ഞാൻ മാതാവിനെ കാണുകയാണ്. അത് എന്താ വെച്ചാൽ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. വെച്ചാൽ എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് വളർച്ചയില്ല, അത് കഴിഞ്ഞു പിന്നെ കുഞ്ഞ് വളർച്ചയുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ കിടക്കണ വെളുപ്പിനെ 2 മണി സമയത്ത് ഞാൻ നോക്കുമ്പോൾ എന്നെ ആരോ തൊട്ട പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ കണ്ണ് തുറക്കുന്ന ആ ഒരു നമ്മൾ മയക്കത്തിലാണല്ലോ, പക്ഷേ എന്നാലും ഇതിൽ നോക്കുമ്പോൾ ഒരു മാതാവിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു രൂപം, അതായത് പക്ഷേ ആഷ് കളർ ആണെങ്കിൽ പോലും അത് ട്രാൻസ്പെറൻറ്റ് രൂപം മാതാവ് എന്നെ തൊട്ട് കടന്നു പോകുന്നതാണ് ഞാൻ കണ്ടത്. അതായത് എൻ്റെ ഉടമ്പടി തീരുന്നതിൻ്റെ ദിവസം മാതാവ് എന്നെ വിട്ട് പോകുക എന്നാണ് ഞാൻ കണ്ടത്. അതുവരെ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. മാതാവിൻ്റെ കൂടെ വന്ന് കുഞ്ഞിന് യാതൊരു ആപത്തും കൂടാതെ നോക്കി, പിന്നീട് അങ്ങോട്ടായാലും നോക്കി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മാതാവിനെ മുഖം കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് ഉറപ്പുണ്ട് മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ സ്പർശിച്ച് ഒരു കുഴപ്പം കൂടാതെ കുഞ്ഞിനെ തൊട്ടിട്ട് തന്നെയാണ് കടന്നുപോയത്. അപ്പോൾ മരിയൻ ഉടമ്പടിയുടെ 2ാമത്തെ വലിയൊരു ഫീച്ചറാണ് സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഈ സഹോദരിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ, ഹാർട്ട് ബീറ്റിൻ്റെ വിഷയം വന്നു, വളർച്ചക്കുറവുണ്ടായിരുന്നു. ഇതെല്ലാ വിഷയങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ തന്ന കുഞ്ഞായതുകൊണ്ട്, അമ്മയുടെ മധ്യസ്ഥയിൽ ലഭിച്ച കുഞ്ഞായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവസാനം വരെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്നു അതൊരു ആൺകുഞ്ഞായിരിക്കണമെന്ന്. അത് ഉടമ്പടി കാശുരൂപം, അത് കാശുരൂപം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിൽ, അത് കിടക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും എപ്പോഴും കാശുരൂപം എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊന്തയിൽ കെട്ടിയിട്ട് ഞാൻ എപ്പോഴും നടക്കുമായിരുന്നു. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവപിതാവിന്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.